നമ്മൾ ഇന്ന് പുതിയൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കോൺസെപ്റ്റിന്റെ പേരാണ് ബിസിനസ് എത്തിക്സ്. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എത്തിക്സ് എന്നൊക്കെ. എന്താണ് എത്തിക്സ് എന്ന് വെച്ചാൽ എന്താണ്? എത്തിക്സ് എന്ന് വെച്ചാൽ എന്താണ്? എത്തിക്സ് ഇസ് റൈറ്റ് ആക്ഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ റൈറ്റ് ആക്ഷനെയാണ് എത്തിക്സ് എന്ന് പറയാം. എന്താണ് ശരി, എന്താണ് തെറ്റ്, അതാണ് എന്ത് എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് ഡീൽസ് വിത്ത് ദ റൈറ്റ് ആക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ റൈറ്റ് ആക്ഷനാണ് എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് ഇസ് കൺസേൺഡ് വിത്ത് വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, ഗുഡ് ഓർ ബാഡ്, fair or unfair, responsible or irresponsible, obligatory or permissible, praiseworthy or blameworthy. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഡോക്ടർക്ക് അയാളുടേതായ മെഡിക്കൽ എത്തിക്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു അസുഖം ചെന്ന ഒരു ഡോക്ടറെ അടുത്ത് എത്തിപ്പെട്ടാൽ ആ ഡോക്ടർ നമ്മൾ ദൈവം പോലെയാണ് കാണുക. എങ്ങനെയെങ്കിലും നമ്മളുടെ അസുഖം ഒന്ന് മാറ്റി തരാനാണ് നമ്മൾ ആ ഡോക്ടറോട് പറയാം. അപ്പോൾ ആ ഡോക്ടർ കംപ്ലീറ്റ്ലി ഒരു ബിസിനസ് രീതിയിലാണ് അത് എടുക്കുന്നത്. നമുക്കിപ്പം കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോയാൽ അവർ നമുക്ക് അസുഖം ഇല്ലെങ്കിൽ ചുമ്മാ CT സ്കാന്, MRI സ്കാന്, മറിച്ചത് ഗുളിക, ഒരുപാട് സ്കാനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്താവും അവർ ഒരുപാട് പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങുന്നുണ്ട്. അത് ബിസിനസ് എത്തിക്സിന് എതിരാണത്, അല്ലെങ്കിൽ മെഡിക്കൽ എത്തിക്സിന് എതിരാണത്. പിന്നെ അതേപോലെ തന്നെ അവർ നമുക്ക് ഒരു അസുഖം ഇല്ലെങ്കിലും ചുമ്മാ നമ്മുടെ എന്താ പറയുക ഓരോന്നും നമ്മുടെ ഹാർട്ടും കിഡ്നിയും ലിവറും ഒക്കെ അവർ ചുമ്മാ എങ്കിലും എടുത്ത് പരിശോധിക്കുന്നില്ലേ? അതൊക്കെ എന്താണ്? അത് ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ മെഡിക്കൽ എത്തിക്സിന് എതിരാണത്. അപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിലും ഒരു ലോയർ ആണെങ്കിലും ഒരു ടീച്ചർ ആണെങ്കിലും ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഈവൻ ഒരു ഇൻഡിവിജ്വലിന് ഒരു കുഞ്ഞിന് പോലും ഒരു എത്തിക്സ് കീപ്പ് ചെയ്യണം. നമുക്ക് ബിസിനസ് എത്തിക്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. ബിസിനസ് എത്തിക്സ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ജനറൽ എത്തിക്കൽ റൂൾസ് ടു ബിസിനസ് ബിഹേവിയർ. അപ്പോൾ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരുപാട് എത്തിക്സ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ബിസിനസ് ബിഹേവിയറിൽ ഈ ജനറൽ എത്തിക്സിൻ്റെ ആപ്ലിക്കേഷനാണ് എന്ത് പറയുന്നത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ കസ്റ്റമേഴ്സിനെ പറ്റിച്ചിട്ടും സപ്ലൈസിനെ പറ്റിച്ചിട്ടും ആൾക്കാർക്ക് ദോഷകരമായി ബിസിനസ് ഏറ്റവും നമ്മൾ പൈസ ഉണ്ടാക്കാൻ പാടില്ല. വേണം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണെന്നൊക്കെ അറിയാം. എന്നാലും എന്താണ് അത് ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് എത്തുന്നതിനും ഒരു മാന്യതയുണ്ട്. നമുക്ക് ബിസിനസ് എത്തിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. എന്താണ്? ഡിസിപ്ലിൻ. ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനാണ്. ബിസിനസ് എത്തിക്സ് ഈസ് എ ഡിസിപ്ലിൻ. പിന്നെ ഇറ്റ് ഈസ് എൻ ആർട്ട്, സയൻസ് ആൻഡ് ബോത്ത്. ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്, ഒരു സയൻസ് ആണ്. മേ ബി ബോത്ത് ആർട്ട് ആൻഡ് സയൻസ്. ആർട്ടും ആവാം, സയൻസും ആവാം. ആർട്ട് എന്ന് പറയാൻ കാരണം എന്താണ്? ബിസിനസ് എത്തിക്സ് ഒരു കലയാണ്. അതേപോലെ തന്നെ ബിസിനസ് എത്തിക്സ് ഒരു സയൻസ് ആണ്. എക്സാക്ട് സയൻസ് അല്ല, ഒരു ഹ്യൂമൻ സയൻസ് ആണ്. കാരണം അവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന ആരെയാണ്? ഹ്യൂമൻ ബീങ്സിനെയാണ്. പിന്നെ എന്താണ്? ബിസിനസ് എത്തിക്സ് ഇസ് ഡൈനമിക് ആണ്. ഒരിക്കലും അത് റിജിഡ് അല്ല, ഫ്ലെക്സിബിൾ ആണ്. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് എൻ ഏൻഷ്യൻ കോൺസെപ്റ്റ്. ഒരു ഏൻഷ്യൻ കോൺസെപ്റ്റ് ആണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ പുതുതായിട്ട് 2021 വന്നതല്ല, പഴയ ആദ്യമേ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? തിയോളജിക്കൽ ബേസ്. ഒരു തിയറിറ്റിക്കൽ ബേസ് ഉണ്ട് എന്തിൻ്റെ ബിസിനസ് എത്തിക്സിന്. പിന്നെ എന്താണ്? എ സ്റ്റഡി ഓഫ് ഗോൾസ് ആൻഡ് മീൻസ്. ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ഗോൾസ് ആ ഗോളിനെ പറ്റി പഠിക്കുന്നതും ആ ഗോളിലേക്ക് എങ്ങനെ എത്താന്നുള്ളതും പഠിക്കുന്നതാണ് എന്ത് സ്റ്റഡി ഓഫ് ഗോൾസ് ആൻഡ് മീൻസ് എന്ന് പറയാൻ കാരണം. പിന്നെ എന്താണ്? റിലേറ്റഡ് ടു ഹ്യൂമൻ ആസ്പെക്ട്. ഓഫ് കോഴ്സ് എന്താണ്? ഈ ബിസിനസ് എത്തിക്സ് റിലേറ്റഡ് ടു ഹ്യൂമൻ ആസ്പെക്റ്റ് ആണ്. ഹ്യൂമൻ ബീങ്സിനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് റിലേറ്റഡ് ആണ്. യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. ഈ ബിസിനസ് എത്തിക്സിന് എന്താണ്? ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മാത്രം, നമ്മുടെ കേരളത്തിൽ മാത്രം അല്ല ബിസിനസ് എത്തിക്സ് ഉള്ളത്, വേൾഡ് ഒട്ടാകെ ബിസിനസ് എത്തിക്സ് ഉണ്ട്. പിന്നെന്താണ്? കീപ്സ് ഹാർമണി എന്ന് പറയുന്നത് പല സിറ്റുവേഷനും പല ആൾക്കാരെയും പല ഇതിനെയും ഒരുമിച്ച് യുണൈറ്റ് ചെയ്യുന്ന കൊണ്ടുപോയതാണ് എന്ത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ് എത്തിക്സിൻ്റെ മീനിങ് പഠിച്ചു, ഡെഫിനിഷൻ പഠിച്ചു. ഒരുപാട് ആൾക്കാർ പല രീതിയിൽ ബിസിനസ് എത്തിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഡെഫിനിഷൻ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറഞ്ഞുതരാം. According to Andrew Crane, business ethics is the study of business situation, activities and decision where issues of right and wrong are addressed. എന്താണ് പറയുന്നത്? ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ബിസിനസ് സിറ്റുവേഷനെ കുറിച്ച് പഠിക്കുന്നതാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ബിസിനസ് സിറ്റുവേഷനെ കുറിച്ചും ബിസിനസ് ആക്ടിവിറ്റീസിനെ കുറിച്ചും പഠിക്കുന്നതാണ് ബിസിനസ് എത്തിക്സ്. പിന്നെ എന്താണ്? ഡിസൈഡിങ് ദ ഇഷ്യൂ ഓഫ് റൈറ്റ് ആൻഡ് റോങ്. എന്തുകൊണ്ടാണ് അത് ശരിയായതും എന്തുകൊണ്ടാണ് തെറ്റായതും എന്ന് സ്റ്റഡി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആൻഡ്രൂ ഗ്രെയിൻ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ബിസിനസ് എത്തിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. എന്തൊക്കെയാണ്? ഡിസിപ്ലിൻ ആണ്, സയൻസ് ആൻഡ് ആർട്ട് ആണ്, ഡൈനമിക് ഏൻഷ്യൻ കോൺസെപ്റ്റ് ആണ്, തിയോളജിക്കൽ കോൺസെപ്റ്റ് ആണ്, റിലേറ്റിംഗ് ടു ഹ്യൂമൻ ആസ്പെക്റ്റ് ആണ്, യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ആണ്, കീപ്സ് ഹാർമണി,
സ്റ്റഡി ഓഫ് ഗോൾസ് ആൻഡ് മീൻസ്. ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സിൻ്റെ ഒബ്ജക്റ്റീവ്? മെയിനായിട്ട് 2 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് വൺസ് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ. അനലൈസ് ചെയ്യാൻ ഇവാലുവേറ്റ് ചെയ്യാനും എന്ത് ബിസിനസ് എത്തിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ അപ്രോച്ചസ് ടു റീസോൾവ് എത്തിക്കൽ ഡിലിമാസ്. എന്തെങ്കിലും ഒരു എത്തിക്കൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാൻ എന്താണ് ഈ എത്തിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്കോപ്പ് ഓഫ് ബിസിനസ് എത്തിക്സ് പഠിക്കാം. ഈ ബിസിനസ് എത്തിക്സിൻ്റെ സ്കോപ്പ് എന്താണ്? എത്തിക്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ്. ഈ എത്തിക്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് പറയാൻ കാരണം എന്താണ്? നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് അവരെ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല ഒരിക്കലും. അവരെ കൊണ്ട് നമുക്ക് വർക്ക് എടുപ്പിക്കാം. അതിനനുസരിച്ച് സാലറിയും വേജൊക്കെ കൊടുത്തിട്ട് അവർക്ക് എല്ലാ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അവരെ നമ്മൾ ഒരിക്കലും ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പാടില്ല. ഒരിക്കലും നമ്മളെ ഒരു തരം താഴ്ത്താൻ പാടില്ല. വേറൊരു ഫിസിക്കലോ സെക്ഷലായിട്ടുള്ള ഹരാസ്മെൻറ്റും ചെയ്യാൻ പാടില്ല. അതാണ് എത്തിക്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയാൻ കാരണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക എംപ്ലോയീസ് വേറെ കസ്റ്റമേഴ്സ് ആണെങ്കിലും അത് കസ്റ്റമേഴ്സും ഹ്യൂമൻ ബീങ്സ് ആണ്. അവരെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ വേണം അപ്രോച്ച് ചെയ്യാൻ, ഡീൽ ചെയ്യാൻ. അതാണ് എത്തിക്സ് ഇൻ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. പിന്നെ എത്തിക്സ് ഇൻ ഫിനാൻസ് ഉണ്ട്. എത്തിക്സ് ഇൻ ഫിനാൻസ് എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ വേറൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ ഫിനാൻസ് കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും കെയർ ചെയ്തിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്യുക. എന്താണ് ബ്രൈബറി? ഒരിക്കലും നമ്മൾ എന്താ പറയുക പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതായത് ഇപ്പം എന്തെങ്കിലും പേയ്മെൻറ്റും എക്സ്പെൻസും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇല്ലാത്ത പേയ്മെൻറ്റും എക്സ്പെൻസും ഒന്നും കാണിക്കാൻ പാടില്ല. അങ്ങനെ നമുക്ക് ഫിനാൻസിൽ തിരിമറി കാണിക്കാൻ പാടില്ല. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എത്ര എക്സ്പെൻസ് ഉണ്ട്, ഇത്ര പേയ്മെൻറ്റ് ഉണ്ട്, ഇത്ര നമുക്ക് പൈസ വന്നിട്ടുണ്ട്, ഇപ്പോൾ എത്ര പൈസ നമുക്ക് റെസിപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ ഫുള്ള് ബുക്ക് ഓഫ് അക്കൗണ്ടിങ്ങിൽ കാണിക്കില്ല. അങ്ങനെ നമുക്ക് ഫിനാൻസിൽ തിരിമറി നടത്താം. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ഈ ബിസിനസ് എത്തിക്സിന് എതിരാണ്. അതാണ് എത്തിക്സ് ഇൻ ഫിനാൻസ്. എത്തിക്സ് ഇൻ ഫിനാൻസും പഠിച്ചു. പിന്നെ എന്താ എത്തിക്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സും പഠിച്ചു. പിന്നെ എത്തിക്സ് ഇൻ മാർക്കറ്റിംഗ്. എത്തിക്സ് ഇൻ മാർക്കറ്റിംഗ് എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? നമ്മൾ ഒരിക്കലും മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല. പിന്നെന്താണ്? ബ്ലാക്ക് മാർക്കറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ കണ്ടന്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടന്റ് ഒക്കെ ആ അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കണം. ഒരിക്കലും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. പിന്നെ എന്താ പ്രൈസിങ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി അനുസരിച്ചുള്ള അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള പ്രൈസ് മാത്രമേ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് ചെറിയ ക്വാണ്ടിറ്റിയാണ് ആ പ്രൊഡക്റ്റിനുള്ളെങ്കിൽ ഒരുപാട് എന്താ പറയുക അന്യായമായിട്ടുള്ള പ്രൈസ് നമ്മൾ ഒരിക്കലും ഫിക്സ് ചെയ്യാൻ പാടില്ല. അതാണ് എത്തിക്സ് ഇൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ എത്തിക്സ് ഓഫ് പ്രൊഡക്ഷനിൽ എങ്ങനെ എത്തിക്സ് കാണിക്കുക? നമ്മൾ എന്താണ് ഒരിക്കലും ഡേഞ്ചറസ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ ഡേഞ്ചറസ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ എന്താണ്? നമ്മൾ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും നമ്മൾ ടെസ്റ്റ് ചെയ്യുക. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ അത് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഫിസിക്കലിയോ മെൻ്റലിയോ എന്തെങ്കിലും ഹാംഫുൾ ആവുമോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് എത്തിക്സ് ഇൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്കോപ്പ് ആണ് പഠിച്ചത്. എന്താണ്? എത്തിക്സ് ഇൻ ഫിനാൻസ് ഉണ്ട്, എത്തിക്സ് ഇൻ മാർക്കറ്റിംഗ് ഉണ്ട്, എത്തിക്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, എത്തിക്സ് ഇൻ പ്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഏരിയാസ് ഓഫ് ബിസിനസ് എത്തിക്സ് പഠിക്കാം. ബിസിനസ് എത്തിക്സിൻ്റെ ഏരിയാസ് എവിടേക്കാണ്? മാനേജറിയൽ മിസ്ചീഫ്. മാനേജറിയൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും നമ്മൾ മാനേജ്മെൻറ്റ് കാര്യത്തിൽ എന്തെങ്കിലും തെറ്റായ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് മാനേജറിയൽ മിസ്റ്റേക്ക് എന്ന് പറയുക. നമ്മൾ നല്ല രീതിക്കല്ല മാനേജ് ചെയ്യുന്നത്. നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ആ ഓർഗനൈസേഷൻ ലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യുന്നതെങ്കിൽ അതാണ് മാനേജറിയൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ് പഠിക്കാം. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ബിസിനസ് എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ്. ഒരു പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്. അതായത് ഓരോ വ്യക്തിക്കും പേഴ്സണൽ കോഡ് ഉണ്ട്. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. പിന്നെ എന്താ? ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് ആ ബിസിനസ് എത്തിക്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താ? ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. മറ്റ് ഗവൺമെൻറ് റൂൾസ് ഈ ഭരണ പാർട്ടി ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഡേ ടു ഡേ നമ്മൾ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യും. പിന്നെ എന്താ? എത്തിക്കൽ കോഡ് ഓഫ് കമ്പനി. ഓരോ കമ്പനിക്കും ഓരോ എത്തിക്കൽ കോഡ് ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ എന്താ? സോഷ്യൽ പ്രഷർ എന്ന് പറയാൻ കാരണം എന്താ? നമ്മുടെ ആ സൊസൈറ്റി നമ്മൾ ഒരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടുപോവാണെങ്കിൽ ചിലപ്പം ആ ഇൻഡസ്ട്രി പോലത്തെ ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ ഒരിക്കലും ആ സൊസൈറ്റി അതിൻ്റെ ഗ്രോത്തിന് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് നിലനിൽപ്പിന് സമ്മതിക്കില്ല. കാരണം അത് അവരെയാണ് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ സോഷ്യൽ പ്രഷറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. പിന്നെ എത്തിക്കൽ ക്ലൈമറ്റ് ഓഫ് ദ ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രീൻ്റെ എത്തിക്കൽ ക്ലൈമറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും ഡീമെറിറ്റ്സും മെറിറ്റ്സും ഒക്കെ. എന്തൊക്കെയാണ് ഇത്? എത്തിക്സിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സ് ഒക്കെ. എത്തിക്സ് അപ്ലൈസ് ടു ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റി. എല്ലാ ഹ്യൂമൻ ആക്ടിവിറ്റിയിലും എത്തിക്സ് ഉണ്ട്. ഏത് ഫീൽഡിലാണെങ്കിലും നമുക്ക് നമ്മളതായ എത്തിക്സ് ഉണ്ട്. എല്ലാ ഫീൽഡിലും ഉണ്ട്.
പിന്നെ എന്താണ് കസ്റ്റമേഴ്സ് എംപ്ലോയീസ് ആൻഡ് പീപ്പിൾ ആർ ഇൻ ജനറൽ കെയർ അബൌട്ട് എത്തിക്സ്. അപ്പം നമ്മൾ ഒരു കമ്പനിയെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കെയർ ഈ ബിസിനസ് എത്തിക്സിനെ കുറിച്ച് കെയർ ആരാണ്? കസ്റ്റമേഴ്സ്, പിന്നെ അവിടുത്തെ എംപ്ലോയീസ്, പിന്നെ ജനറൽ പബ്ലിക്. അവിടുത്തെ കസ്റ്റമേഴ്സ് എന്തായാലും ശ്രദ്ധിക്കും. ഓഫ്കോഴ്സ് അവരുടെ പ്രൊഡക്റ്റ് പൈസയ്ക്ക് മാത്രം ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കും. പിന്നെ ക്വാളിറ്റി ആണോ ക്വാണ്ടിഫൈഡ് ആണോ എന്നൊക്കെ ആ കസ്റ്റമർ ശ്രദ്ധിക്കും. പിന്നെ എംപ്ലോയീസോ ഓഫ്കോഴ്സ് എംപ്ലോയീസും ശ്രദ്ധിക്കും. നമ്മൾക്ക് ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് ഞങ്ങൾക്ക് തിരിച്ച് റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടോ, ഞങ്ങൾ ജോലി ചെയ്യുന്ന ഏരിയ സേഫ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എംപ്ലോയീസും ശ്രദ്ധിക്കും. പിന്നെ എന്താണ് എത്തിക്കൽ കൺസേൺസ് ആർ കോൺസ്റ്റന്റ് വിത്ത് പ്രോഫിറ്റ് ഓഫ് ബിസിനസ്. ഈ പ്രോഫിറ്റ് ഓഫ് ബിസിനസ് എപ്പോഴും ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ മാത്രമല്ല നമ്മൾ എത്തിക്സ് നോക്കുന്നത്. നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കണം. എന്തിന്? നമ്മളെ എല്ലാ എത്തിക്കൽ റൂൾസും റെഗുലേഷനും നമ്മൾ പാലിച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ അതെല്ലാം ബേസിസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിന് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹോണസ്റ്റി, സത്യസന്ധത വേണം. പിന്നെ എന്താണ്? ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് എന്താണ്? എല്ലാത്തിനെയും യുണൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. പിന്നെ എന്താ? പ്രോമിസ് കീപ്പിംഗ് ആൻഡ് ട്രസ്റ്റ് വർത്തിനെസ്. നമുക്ക് സത്യസന്ധമായിട്ട് നടത്തിക്കൊണ്ട് പ്രോമിസ് കീപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും വാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നമുക്ക് പാലിക്കാൻ സാധിക്കണം. അതാണ് പ്രോമിസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ ലോയലിറ്റി എന്ന് പറയുന്നത് ഇതേപോലെ ട്രസ്റ്റ്. ഫെയർനെസ് എന്ന് പറയുന്നത് എന്താണ്? സുതാര്യത. അതായത് വേറൊരു എന്താ പറയുക മാൽ പ്രാക്ടീസും കാണിക്കാതെ, അതിനൊരു ഫെയർനെസ്, ട്രാൻസ്പെറൻസി എന്ന് പറയും. പിന്നെ എന്താ? കൺസേൺ ഫോർ അതേഴ്സ്. മറ്റുള്ളവരെ കൺസേൺ ചെയ്യുക. ആ ഓർഗനൈസേഷനെ മാത്രമല്ല കൺസേൺ ചെയ്യുന്നത്, ആ ഒരു ബിൽഡിങ്ങിന് നിലനിൽപ്പ് മാത്രമല്ല, എല്ലാവരും നമ്മൾ കൺസേൺ ചെയ്യണം. അവിടുത്തെ എംപ്ലോയീസിനെ, മറ്റ് വർക്കേഴ്സിനെ, സൊസൈറ്റീനെ, കസ്റ്റമേഴ്സിനെ, സപ്ലയേഴ്സിനെ, ഗവൺമെൻറ്റിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. പിന്നെ റെസ്പെക്ട് ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക. പിന്നെ ലീഡർഷിപ്പ്, റെപ്യൂട്ടേഷൻ ആൻഡ് മൊറൈൽ. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരാളെ ആ ഒരു എംപ്ലോയീസിനെ ലീഡ് ചെയ്യാനുള്ള, സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. പിന്നെ റെപ്യൂട്ടേഷൻ ആൻഡ് മൊറൈൽ. റെപ്യൂട്ടേഷനും മൊറൈൽ, ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗുഡ് വില്ലും പിന്നെ ആ ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസിൻ്റെ ആത്മധൈര്യവും, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തിന്? ഒരു ബിസിനസ് എത്തിക്സിൻ്റെ ബേസാണ് ഈ കാര്യങ്ങളൊക്കെ. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് എത്തിക്സ്. പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് എത്തിക്സ് എന്തൊക്കെയാണ്? സേക്രഡ്നെസ് ഓഫ് മീൻസ് ആൻഡ് എൻഡ്സ്. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല. ഓരോ ഓർഗനൈസേഷൻ അതിൻ്റെതായ രഹസ്യങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ സംഗതി ശരിയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് അത് നമ്മൾ പറയണം, അവിടുത്തെ എംപ്ലോയീസിൻ്റെ അടുത്ത് നമ്മൾ പറയണം. എല്ലാ കാര്യങ്ങളും നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല. പിന്നെന്താ? ഇക്വലൻ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും കുറച്ച് ക്വാണ്ടിറ്റി ഒരുപാട് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും കസ്റ്റമേഴ്സ് അത് വാങ്ങില്ല. പിന്നെന്താ? ഒരു യൂണിവേഴ്സൽ വാല്യൂ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? കോപ്പറേഷൻ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. പബ്ലിസിറ്റി, ബിസിനസ് കോൺസെഷൻസ്, പിന്നെ സർവീസ് മോട്ടോ. ഒരു ബിസിനസ് മാൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് സർവീസ് ആയിരിക്കണം. ഒരിക്കലും എന്താ പറയുക ലാഭമായിരിക്കരുത്, പ്രോഫിറ്റ് ആയിരിക്കരുത്. സർവീസ് മുന്നിൽ കണ്ട് ചെയ്താൽ ഓഫ്കോഴ്സ് ആ ഓർഗനൈസേഷൻ സക്സസ്സിലെത്തും. പിന്നെന്താ? ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് ആണ്. എന്താണ്? ഇൻക്രീസ് ഗുഡ് വിൽ. നമ്മൾ നല്ല എത്തിക്കലായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ബിസിനസ് ആണെങ്കിൽ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യും. പിന്നെന്താ? ഹെൽപ്സ് ടു ഇൻക്രീസ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. പരസ്പരം എല്ലാ ഒരു ട്രസ്റ്റും കോൺഫിഡൻസും ഈ എത്തിക്സിലൂടെ നമുക്ക് വർദ്ധിച്ചെടുക്കാം. പിന്നെന്താ? ഹെൽപ്സ് ഇൻ പ്രൊഫഷണലിസം ഓഫ് മാനേജ്മെൻറ്റ് പ്രൊഫഷണലിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ട് ഈച്ച് അതർ, പരസ്പരം പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. റിലീസ് ഫ്രം ടെൻഷൻ. നമ്മളിപ്പം എത്തിക്കലായിട്ട് എല്ലാ ബിസിനസ് നടത്തി കൊണ്ടുവന്നെങ്കിൽ നമുക്ക് എപ്പോഴും ടെൻഷനായി, അയ്യോ പിടിക്കപ്പെടുമോ. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ എല്ലാ എത്തിക്സും ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ടുവന്ന് വെച്ചാൽ എന്താ? നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. ഓഫ്കോഴ്സ് നമ്മൾ ആ ടെൻഷൻ നമ്മൾ റിലീസ് ആവും. പിന്നെ ടു ഫേസ് ചാലഞ്ചസ്, ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് നേരിടാൻ സാധിക്കും. പിന്നെ എത്തിക്സ് ഹെൽപ്സ് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. നല്ലൊരു ഡിസിഷൻ മേക്കിങ്ങിന് എത്തിക്സ് സഹായിക്കും. പിന്നെന്താണ്? എത്തിക്സ് ഗിവ് മാനേജ്മെൻറ്റ് ക്രെഡിബിലിറ്റി വിത്ത് എംപ്ലോയീസിന് എംപ്ലോയീസിൻ്റെ ഇടയിൽ നല്ലൊരു പേരുണ്ടാവും ആ മാനേജ്മെൻറ്റിന്. പിന്നെന്താ? എത്തിക്സ് ക്രിയേറ്റ് ക്രെഡിബിലിറ്റി വിത്ത് പബ്ലിക്. അതേപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഇടയിൽ മാത്രമല്ല പബ്ലിക്കിൻ്റെ ഇടയിലും നല്ലൊരു പേരുണ്ടാവും ആ ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ആണ്, ബിസിനസ് എത്തിക്സ് ആണ്. എന്തൊക്കെയാണ്? ഇൻക്രീസ് ഗുഡ് വിൽ, helps in increase mutual trust and confidence, helps in professionalism of management, protect each other, release from tension, to face challenges. Ethics create credibility with the public, ethics give management credibility with the employees, ethics help better decision making സഹായിക്കും. പിന്നെ ഇതിൻ്റെ റിവാർഡ്സ് അല്ല ലിമിറ്റേഷൻസ്.
എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിമെറിറ്റ്സ്? നമ്മൾ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ലിമിറ്റേഷൻസ് പഠിക്കാം. എന്തൊക്കെയാണ്? നോ റിവാർഡ് ഫോർ എത്തിക്കൽ കോണ്ടാക്ട്. ഈ എത്തിക്കൽ കോണ്ടാക്ടിന് ഒരിക്കലും റിവാർഡ് കിട്ടുന്നില്ല. എന്താ പറയുക, അതിന് എക്സ്ട്രാ നിങ്ങൾ നല്ല എത്തിക്സ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ബിസിനസ് നടത്തി കൊണ്ടുപോകുന്നെങ്കിലും അത് നമുക്ക് പകരമായിട്ട് നമുക്ക് അവർ ഗവൺമെൻറ് ആണെങ്കിലും ഒന്നും തരുമൊന്നുമില്ല, ഒരു റിവാർഡ് നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല. പിന്നെന്താ? ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് ആൻ ആക്ട് വെദർ ഇറ്റ് ഈസ് എത്തിക്കൽ ഓർ നോട്ട്. നമുക്ക് ഒരു ആക്ട് അത് എത്തിക്കലാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെന്താ? നോ പ്രോപ്പർ നോളജ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. എത്തിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പ്രോപ്പർ നോളജ് ഇല്ലെങ്കിലും അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, പിന്നെന്താ? ഫാക്ടേഴ്സ് കോസിങ് അൺഎത്തിക്കൽ ബിഹേവിയർ. അൺഎത്തിക്കൽ ബിഹേവിയറിനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? കോമ്പറ്റീഷൻ. അപ്പം നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് തന്നെ വേറൊരു കമ്പനി ഉണ്ടാക്കുന്നത്, അവിടെ കോമ്പറ്റീഷൻ ഇൻക്രീസായി. കോമ്പറ്റീഷൻ ഇൻക്രീസ് ആകുമ്പോൾ എന്താണ്? എങ്ങനെയെങ്കിലും നമ്മൾ ആ ഓർഗനൈസേഷനെ തകർക്കാനാണ് നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് കോൺകർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് ഫസ്റ്റ് ഫാക്ടർ. എന്താ? കോസിങ് എന്താണ്? കോമ്പറ്റീഷനാണ്. പിന്നെന്താണ്? പ്രഷർ ടു ഏൺ മോർ പ്രോഫിറ്റ്. നമുക്ക് എങ്ങനെയെങ്കിലും ലാഭം കാണണമെങ്കിൽ നമ്മൾ ഒരു എത്തിക്സും ഫോളോ ചെയ്യില്ല. അതായത് പ്രഷർ ടു ഏൺ മോർ പ്രോഫിറ്റ്. പിന്നെ എന്താണ്? പൊളിറ്റിക്കൽ കറപ്ഷൻ. എന്തെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ എത്തിക്സും കാര്യങ്ങളൊന്നും നോക്കില്ല. പിന്നെന്താണ്? ക്രിയേഷൻ ഓഫ് പൊളിറ്റിക്കൽ ഡൊണേഷൻസ്, എക്സ്പ്ലോയിറ്റ് ദ കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഇല്ലീഗൽ ട്രേഡ്, എക്സ്പ്ലോയിറ്റ് സ്കാർസ് നാച്ചുറൽ റിസോഴ്സ്. സ്കാർസ് ആയിട്ടുള്ള കുറച്ചുള്ള നാച്ചുറൽ റിസോഴ്സ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അതിലേക്കൊക്കെ ഈ ബിസിനസ് എത്തിക്സ് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് പാർട്ടിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ. ബിസിനസ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ്, എന്താ പറയുക, ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്.